രോഗിയാണെങ്കിൽ ആരോഗ്യം വേണോ? എന്തുമാത്രം വേണം? നിങ്ങൾ മുടന്തരാണെങ്കിൽ എന്തുമാത്രം മുടന്തു മാറണം? കുറേശ്ശെ നടന്നാൽ മതിയോ? കടയിലൊക്കെ പോയാൽ മതിയോ? അതോ PT ഉഷയുടെ കൂടെ ഓടണോ? എൻ്റെ അടുക്കൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു, മിസ്സിസ് ഷാ ഒരു ദിവസം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവർ 12 വർഷം കട്ടിലേക്ക് കിടക്കുമായിരുന്നു. 12 വർഷം എഴുന്നേക്കാൻ വയ്യ. പക്ഷെ ഒരു ദിവസം അതുവഴി തിരുവനന്തപുരത്തു നിന്ന് ഏതോ ഒരു ദൈവദാസൻ, വിദേശീയനാണ്, അദ്ദേഹം കാശ്മീരിലേക്ക് പോകുമ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ഒരു നല്ലൊരു ഭക്തിയായ ഒരു സ്ത്രീയുണ്ട്, പക്ഷേ അവർക്ക് എഴുന്നേക്കാൻ വയ്യ, 12 വർഷമായിട്ട് കിടപ്പിലാണ്. ഈ മനുഷ്യനോട് ചെന്നു. അദ്ദേഹം കഥ അങ്ങ് അടച്ചിട്ട് പറഞ്ഞു, ആരെല്ലാം വന്ന് കൊട്ടിയാലും വിളിക്കരുത്, ഞാനും പിശാചുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അന്യഭാഷ പറഞ്ഞു. അന്യഭാഷയിൽ നടന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ചെന്നിട്ട് ആ സഹോദരി പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേൽക്കുക. ആ സഹോദരി എഴുന്നേറ്റ് നിന്നു. 12 വർഷത്തിന് ശേഷം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആ സഹോദരി പറഞ്ഞു, കർത്താവേ, എനിക്ക് അടുത്ത വീട്ടിലൊക്കെ പോയി നിന്നെപ്പറ്റി പറയുവാൻ കൃപ തരണമേ. അവൾ പതുക്കെ നടന്നു. 7-8 ചോട്ടടി വെച്ചു. ഒരു കഥകിന്റെ പടിയെ പോയിരുന്നു. എൻ്റെ ആ സഹോദരി പറഞ്ഞു, വർഗീസ് ബ്രദറെ, നീ പ്രസംഗിക്കുന്നത് ഞാൻ അന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്ന് നടക്കുന്നത് പോലെ നടക്കത്തില്ല. ഇന്നെങ്ങനെ നടക്കുന്നറിയാം? ഇങ്ങനെ കുവിനി. അവൾ പറഞ്ഞു, ഞാൻ അന്ന് ചോദിച്ചത് എന്തുവാ? കർത്താവെ, അടുത്ത വീട്ടിൽ പോയി സുവിശേഷം പറയാനുള്ള കൃപ തരണമേ. കർത്താവ് എന്തോ കൊടുത്തു? അടുത്ത വീട്ടിൽ പോയി സുവിശേഷം പറയാനുള്ള കൃപ കൊടുത്തു. അവൾ പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു, എന്നൊക്കെ പ്രായമുള്ള സ്ത്രീയാണ്. ആ അമ്മച്ചി പറഞ്ഞു, വർഗീസേ, നിന്റെ പ്രസംഗം ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു, കർത്താവെ, ഒളിമ്പിക്സിനോടാനുള്ള ബലം തരണമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നത് കുറഞ്ഞു പോകരുത്. നീ പറയുന്നത് സംഭവിക്കും. അതുകൊണ്ട് വിശാലമായിട്ട് പറയണം, വ്യക്തമായിട്ട് പറയണം. നീ കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. 3-ാമത്തെ കാര്യം, വിശ്വസിച്ചു എന്ന് വിചാരിച്ച് സ്തോത്രം ചെയ്യണം. അഡ്വാൻസ് ആയിട്ട് സ്തോത്രം ചെയ്യണം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ പാസ്റ്റർ KC ജോൺ ഞങ്ങളുടെ 10ാം കോട്ട് വന്നിട്ട് പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുകയായിരുന്നു. ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചെറിയൊരു സന്ദേശം പറഞ്ഞു. ഞാൻ അവിടെ എല്ലാം കിടന്ന് തുള്ളിച്ചാടി. ആർക്കും അറിയത്തില്ല ഞാൻ എന്തിനാ ചാടിയെന്ന്. കാരണം എൻ്റെ അന്ന് രക്ഷിക്കപ്പെടാത്തൊരു അനിയനുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ അനുജൻ രക്ഷിക്കപ്പെടാൻ പോവാണ്, അതിനായിട്ട് അഡ്വാൻസായിട്ട് നൃത്തം ചെയ്യുകയാണ്, അഡ്വാൻസായിട്ട് സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കൊണ്ട് പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയാണ് ഡാൻസ് ചെയ്തത്. ഞാൻ പറയട്ടെ, 3 മാസത്തിനകത്ത് എൻ്റെ ആ അനുജൻ രക്ഷിക്കപ്പെട്ടു. കള്ളു കുടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, ഇറച്ചി തിന്നാത്ത, മീൻ തിന്നാത്ത, മുട്ട തിന്നാത്ത, നെയ്യ് തിന്നാത്ത, പാൽ കുടിക്കാത്ത, തൈര് കുടിക്കാത്ത ആ സഹോദരൻ രക്ഷിക്കപ്പെടുന്നത് ഇമ്പോസിബിളാണ്. കാരണം ഒരു പാപവും ചെയ്തില്ല, കള്ളം പറഞ്ഞിട്ടില്ല. ചെന്ന് പാപിയാണെന്ന് പറഞ്ഞാൽ പാപിയാണെന്ന് അവൻ്റെ ഒക്കെ പറയാനൊക്കുന്നത്, പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞതാ, നിങ്ങൾ ദൈവത്തെ അഡ്വാൻസായിട്ട് സ്തുതിക്കുക, ദൈവത്തെ അഡ്വാൻസായിട്ട് സ്തുതിക്കുക. ആർക്കും കടക്കാരനല്ലാത്ത ദൈവം നിന്റെ സ്തുതി കേൾക്കും. നിനക്ക് നിരാശ വരുന്ന സമയത്തും ഇതാ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 19:25. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എപ്പോഴാണ് അവൻ സംസാരിച്ചെന്നറിയാം? നിരാശയുണ്ടായിരിക്കുമ്പോൾ, അവൻ രോഗിയായിരിക്കുമ്പോൾ, അവൻ ആശയ്ക്ക് വകയില്ലാതെ ഇരിക്കുന്ന സമയത്തും അവൻ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് നിന്റെ സാഹചര്യം മോശമായിരിക്കാം, ഇന്ന് നീ രോഗിയായിരിക്കാം, ഇന്ന് നീ കഷ്ടതയിലായിരിക്കാം, ഇന്ന് നീ പ്രയാസത്തിലായിരിക്കാം, ഇന്ന് നീ കടഭാരത്തിലായിരിക്കാം. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പേ, ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ സ്തുതിക്ക് വ്യത്യാസം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ സിദ്ധാന്തങ്ങൾ എല്ലാം കൂടി ഒപ്പിച്ചു വെച്ചിട്ട്, ദൈവത്തിന്റെ കൂടെ നടന്നിട്ട്, മാനസാന്തരപ്പെട്ടിട്ട്, ദൈവവൈതലായി തീർന്നിട്ട്, പാപങ്ങൾ ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ സ്തുതിക്കണം അഡ്വാൻസ് ആയിട്ട്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് ഇതും എന്ന് തോന്നും, പക്ഷേ അല്ല. നിങ്ങൾക്ക് ആരോടും കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷി. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. മനസ്സിലായോ? വിശുദ്ധ ജീവിതത്തിന് അർത്ഥമുണ്ടോ? ചുമ്മാതെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, ഹല്ലേലൂയ പറഞ്ഞ് നടന്നാൽ പോരാ, വേദപുസ്തകം വീട്ടിൽ വെച്ചിരുന്നാൽ പോരാ, ഒരു യേശുക്രിസ്തു ഈ വീടിന്റെ നായകൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരുന്നാൽ പോരാ, ഒരു കുരിശുമാല കഴുത്തിലിട്ടുകൊണ്ട് നടന്നാൽ പോരാ. പിന്നെന്ത് വേണം? യേശുവുമായിട്ട് കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷി, ദൈവവുമായിട്ട് കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷി, നിന്റെ അയൽക്കാരനുമായിട്ട് കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷി. നിങ്ങളുടെ വീട്ടിലൊരു കപ്പുണ്ടെന്ന് വിചാരിക്കുക, ചായ കുടിക്കുന്ന കപ്പ്.
അതൊന്ന് പൊട്ടിപ്പോയാൽ, ഇച്ചിരിയും പൊട്ടിയാൽ, ക്രാക്ക് വീണാൽ ആദ്യമൊന്നും അറിയത്തില്ല. എന്നാൽ ഒരു ദിവസം കഴിയുമ്പോൾ, 2 ദിവസം കഴിയുമ്പോൾ ഒരു കറുത്ത ലൈൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതെത്ര സോപ്പിട്ടാലും പോവത്തില്ല. കാരണം ഒരു ക്രാക്ക്. നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ പെരുമാറ്റത്തിൽ, നിന്റെ കൊടുക്കൽ വാങ്ങൽ എവിടെയെങ്കിലും ഒരു ക്രാക്ക് വന്നിട്ട് ദൈവത്തിന്റെ മുമ്പാകെ നിന്ന് കഴിഞ്ഞാൽ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഒരു ക്രാക്ക് വീണ ഒരു കപ്പിനകത്ത് ചായ മാന്യനായ ഒരു ദൈവദാസൻ വന്നാൽ, മാന്യനായ ഒരു മുഖ്യമന്ത്രി വന്നാൽ, മാന്യനായ ഒരു MLA നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ കൊടുക്കുമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ക്രാക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് വന്ന തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എവിടെയെങ്കിലും ഇന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. എന്നിട്ട് ദൈവത്തോട് ചോദിക്കുമ്പോൾ എൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, നിങ്ങൾക്ക് പറന്ന് ഉയരുവാൻ കഴിയും, നിങ്ങൾക്കൊരു മാന്യനായി തീരുവാൻ കഴിയും, നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. എൻ്റെ മകൻ എപ്രകാരമാണോ ദൈവത്തോട് ചേർന്ന് നടന്ന് അവൻ ജീവിതത്തിൽ ഒരു വിജയിയായി തീർന്നത്, എപ്രകാരമാണോ നാം ആദ്യം കേട്ടതുപോലെ ഒരു ജോസ്, ആർക്കും വേണ്ടാത്ത മനുഷ്യൻ, എനിക്ക് അച്ചർക്കനെ നല്ലതുപോലെ അറിയാം, ആർക്കും വേണ്ടാത്ത മനുഷ്യൻ. നാട്ടുകാരൊക്കെ അവനെ ഓസ എന്നാ വിളിച്ചിരുന്നത്. ആരും അവനെ ജോസ എന്ന് വിളിച്ചില്ല. അവൻ്റെ അമ്മ വിളിച്ചില്ല, അവൻ്റെ അപ്പൻ വിളിച്ചില്ല, നാട്ടുകാരും വിളിച്ചില്ല, എല്ലാവരും ഓസ എന്ന് വിളിച്ചു. പക്ഷെ ഇന്ന് അവൻ മാന്യനായി തീർന്നത് ഒരു ദിവസം അവൻ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുമെന്ന് തീരുമാനമെടുത്തത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുക. ഇന്ന് പറയുക, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ നടക്കാം, എന്നെ അനുഗ്രഹിക്കണമേ. ഈ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. അവൻ ഒരൊറ്റ ജോലിയുള്ള ഒരു പാപിയെ രക്ഷിക്കുക, രക്ഷിക്കപ്പെടുന്നവനെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. എന്താണ് നിങ്ങളുടെ ആവശ്യം? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എന്താണ് നിന്റെ ആവശ്യം? കടഭാരത്തിൽ നിന്നുള്ള വിടുതൽ, ഒരു കുഞ്ഞ്, ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ. പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്വർഗസ്ഥനായ എൻ്റെ ദൈവമേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുടെ പാപത്തിൽ നിന്ന് വിടുതൽ, ഭൂമിയിൽ അനുഗ്രഹം, ആത്മീയമായിട്ടുള്ള അനുഗ്രഹം എൻ്റെ കർത്താവ് അവർക്ക് കൊടുത്ത് അവരെ ധന്യരാക്കി തീർക്കണമേ. അവരനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, എത്ര നല്ലവൻ യേശു, എത്ര നല്ലവൻ. പാടി സ്തുതിക്കും. കരവലയം എന്റെ കോട്ടയാ, എന്റെ ശ്വാസമല്ലോ എന്റെ ജീവനാ. കരവലയം എന്റെ കോട്ടയാ, നിന്റെ ശ്വാസമല്ലോ എന്റെ ജീവനാ. നിന്റെ തേജസ്സല്ലോ എന്നിരിടവും, നീതന്നെ സമ്പത്തും എന്റെ യേശുവേ. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, എത്ര നല്ലവൻ യേശു, എത്ര നല്ലവൻ. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, എത്ര നല്ലവൻ യേശു, എത്ര നല്ലവൻ. പാടി സ്തുതിക്കും. എന്തിനി കണ്ണീരാകുലങ്ങളും, എൻ സുരക്ഷ യേശുവിൻ കയ്യിലല്ലയോ. എന്തിനി കണ്ണീരാകുലങ്ങളും, എൻ സുരക്ഷ യേശുവിൻ കയ്യിലല്ലയോ. എല്ലാം നന്മയ്ക്കായി മാത്രം ചെയ്തിടുന്നവൻ, എനിക്കവരെന്നും മതിയായവൻ. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, എത്ര നല്ലവൻ യേശു, എത്ര നല്ലവൻ. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, എത്ര നല്ലവൻ യേശു, എത്ര നല്ലവൻ. പാടി സ്തുതിക്കും. എന്തിനി കണ്ണീരാകുലങ്ങളും, എൻ സുരക്ഷ യേശുവിൻ കയ്യിലല്ലയോ. എന്തിനി കണ്ണീരാകുലങ്ങളും, എൻ സുരക്ഷ യേശുവിൻ കയ്യിലല്ലയോ. എല്ലാം നന്മയ്ക്കായി മാത്രം ചെയ്തിടുന്നവൻ, എനിക്കവരെന്നും മതിയായവൻ. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും,